മുൻപ് പല സാഹചര്യങ്ങളിൽ ഗിരീഷുമായി ഇടപെടേണ്ടി വന്നപ്പോഴൊക്കെ ദേഷ്യവും അകൽച്ചയും മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഞാൻ എന്റെ മാത്രം ഒരു ലോകത്തായിരുന്നു. നല്ല മനുഷ്യരെയും നല്ല കാര്യങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. ഗിരീഷിനെ പലപ്പോഴും മുഖത്ത് നോക്കി തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുക. മാഡം, ഇന്നലെ മാഡം എന്നെ വിളിച്ചപ്പോൾ തന്നെ മാഡം ഒരു പുതിയ വ്യക്തിയായി മാറിയെന്ന് എനിക്ക് മനസ്സിലായതാ. എന്നോട് ക്ഷമയൊന്നും പറയരുത്. ഗിരീഷിനെ പോലൊരു നല്ല മനുഷ്യനെ ഞാൻ വല്ലാതെ അവഹേളിച്ചു. അമ്മേ, ഗിരീഷേട്ടൻ പറഞ്ഞില്ലേ, ഗിരീഷേട്ടൻ ഒക്കെ മറന്നു. മനസ്സിൽ സ്നേഹം വരുമ്പോ കുടുംബത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ സ്നേഹം നിറയും. അമ്മേ, രജനി ചേച്ചിക്ക് ഗിരീഷേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. ദേവിക, നീ വാങ്ങിക്കും. രജനിക്ക് വേണ്ടി ആദ്യം ഞാൻ സംസാരിക്കാം. ഗിരീഷ്, നിങ്ങളുടെ വിവാഹം അന്ന് ഫംഗ്ഷൻ നടക്കുന്ന ദിവസം എല്ലാവരോടും അനൗൺസ് ചെയ്തിരുന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. പിന്നീട് അന്തരീക്ഷമൊക്കെ മാറി. അത് മുന്നോട്ട് പോകാമോ എന്നറിയാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അത് ഞാനും അമ്മയും നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞിരുന്നതാ. അല്ല ഗിരീഷ്, വളരെ ചെറിയ രീതിയിൽ ഒരു അമ്പലത്തിൽ വെച്ച്. രജനി, വളരെ ചെറിയ രീതിയിൽ ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താൻ രജനിക്ക് സമ്മതമാണോ? അല്ല, അത് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷേ രജനിക്ക് കൂടെ സമ്മതമാണോ എന്നറിയണമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. താങ്ക് യു മോനെ, താങ്ക് യു. ഗിരീഷ് എത്ര വലിയൊരാളാണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഏയ്, ഞാൻ ചെറിയ ആളാ മാഡം. അപ്പൊ അമ്മേ, നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നോ നാളെയോ തന്നെ സമയവും തീയതിയൊക്കെ നോക്കാം. ബാക്കി കാര്യങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കാം. ഓക്കെ സാർ, അങ്ങനെ ആയിക്കോട്ടെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.